നമ്മുടെ നാടും ലോകവും എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കുറ്റ്യാട്ടൂർ ശ്രീ കുറുമ്പക്കാവ് താലപ്പൊലി മഹോത്സവം അതിൻ്റെ മൂന്നാമത്തെ ദിവസം നമ്മുടെ ഗ്രാമം, അതായത് കുറുമ്പക്കാവ് ക്ഷേത്രത്തിനോട് അടുത്തുള്ള പത്താമയിൽ എന്ന സ്ഥലത്ത് നമ്മളെല്ലാവരും കൂട്ടമായി കാവിലേക്ക് കലശമെടുക്കുന്നത് ഭാഗമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് കാവിൽ നമ്മൾ ദേവിയുടെ, അതായത് ഭഗവതിയുടെ മുമ്പിൽ കലശം പോകുന്ന സമയം നമ്മൾ എല്ലാവരും കൂടി അത് ഭഗവതിക്ക് മുമ്പിൽ ഇത് ചെയ്യേണ്ട കലശമാണ് ഈ കാണുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ ആഘോഷങ്ങളും വരുന്നത്. അതായത് പിന്നെ തമ്പോലായിക്കോട്ടെ, നിശ്ചല ദൃശ്യങ്ങളായിക്കോട്ടെ, ഫ്യൂഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ വരുന്നത് ഈ നമ്മൾ എടുക്കുന്ന ഈ കലശത്തിൻ്റെ ബേസ് ചെയ്തിട്ട്. അങ്ങനെ പഞ്ചായത്തിലെ നിരവധി ഭാഗങ്ങളിൽ നിന്നും മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും ഇതുപോലുള്ള കലശങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തും. അതായത് കലശം വരവ് എന്ന ചടങ്ങാണ് ഇന്ന് പ്രധാനമായി നടക്കുന്നത്. അപ്പോൾ പത്താമയിലുള്ള നമ്മുടെ കൂട്ടായ്മ, പത്താമയിലെ എല്ലാ ആൾക്കാരും ഒറ്റക്കെട്ടായിട്ട് കൊണ്ട് ഈ വർഷം ഇത് ചെയ്തു. ഇത് മനോഹരൻ കുറ്റ്യാട്ടൂരാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചാനലുകളിലും മറ്റും. നമ്മുടെ നാട് എൻ്റെ പേര് മറ്റുള്ള സ്ഥലങ്ങളിൽ എത്തിച്ച മനോഹരൻ കുറ്റ്യാട്ടൂർ, അവരാണ് അത് നിർമ്മിച്ചത്. ഇത് ഉച്ചക്കുള്ള കായക്കഞ്ഞി, അതായത് കഞ്ഞിയും തനി നാടൻ രീതിയിൽ ചക്ക, പുഴുങ്ങ്, അങ്ങനെയുള്ള എല്ലാ നാടൻ വിഭവങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാവർക്കുമുള്ള കഞ്ഞി, അത് ഉണ്ടാക്കുന്ന ഭാഗമായിട്ട് രാവിലെ തന്നെ എല്ലാവരും കൂടി ഒത്തുകൂടി അതിൻ്റെ ശ്രമത്തിലാണ്. ഇതിന് കായക്കഞ്ഞി എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഇവിടെയുള്ള സുഹൃത്തുക്കളാണ്. ഇതിൻ്റെ വേറെ ചില സ്ഥലങ്ങളിൽ എത്രത്തോളം നാടൻ, അതായത് തനി ഗ്രാമ രീതിയിൽ തനി നാടനായിട്ടുള്ള എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ഭക്ഷണമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഈ കായക്കഞ്ഞി എന്ന് പറയുന്ന ഇതിൽ എല്ലാ സ്ഥലങ്ങളും ഉണ്ടാക്കുക. അതിന് നമുക്ക് നല്ല ചക്ക കിട്ടിയതുകൊണ്ട് ചക്കയും അതിൻ്റെ കൂടെ പുഴുക്കും തേങ്ങ ചമ്മന്തി ഒടിച്ചിട്ടുള്ളതാണ്. അത് നമ്മളെല്ലാവരും ഉച്ചക്ക് എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടമായി കഴിച്ച് ശേഷം വൈകുന്നേരം, അതായത് കാവിലേക്ക് പോവാനുള്ള യാത്രയിലേക്കുള്ള ഇത് തുടങ്ങും. അതിനു മുമ്പ് ആണ് ഇതെല്ലാ ഈ കുറ്റ്യാട്ടൂർ പിന്നെ ഗ്രാമത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും കലശമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു കാഴ്ച കാണാവുന്നതാണ്. അതിന് വരുന്നവർക്കെല്ലാവർക്കും, അതായത് അവിടെ എത്തുന്നവർക്കെല്ലാവർക്കും ആ ഒരു ദിവസം കായക്കഞ്ഞി, അതായത് വഴിപോക്കുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പോലും ആ കായക്കഞ്ഞി രുചിച്ച് നോക്കാവുന്ന ഒരു വലിയൊരു കൂട്ടായ്മ തന്നെ. ഇത് പാലക്കാട് NKB തമ്പോലമാണ് നമ്മുടെ ഈ വർഷത്തെ ഇതിനു വേണ്ടി തമ്പോലം അടിക്കാൻ വന്നിട്ടുള്ള. ഏകദേശം 30 മേലെ കലാകാരന്മാർ പിന്നെ ഉണ്ട്. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള മുത്തപ്പ ക്ഷേത്രത്തിൽ നമ്മുടെ ഇത് കലശം ആദ്യമായിട്ട് എഴുന്നള്ളിക്കുകയാണ്. അതായത് എല്ലാ വീടുകളിലും കലശം എഴുന്നള്ളിക്കുകയാണ് വേണ്ടത്. പക്ഷേ സമയക്കുറവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ മാത്രം കലശം എടുത്ത് അതവിടെ ഒന്ന് ഇത് ചെയ്തിട്ട് നേരെ തിരിച്ച് അതിനുശേഷം കാവിലേക്കുള്ള പുറപ്പെടുവാനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ ചെയ്തത്. ഇത് അതിന് മുന്നോടിയായി തമ്പോലം ചൂടാക്കുന്നതിന് വേണ്ടി, അതായത് കൂടുതൽ ശബ്ദം കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞത്. ഇത് കാവിലേക്ക് പോകുന്നതിൻ്റെ എല്ലാ സമയങ്ങളിലും ഈ തമ്പോലം ചൂടാക്കുന്നത് അവർ കൂടുതൽ ശബ്ദം കിട്ടുന്നതാണ് പറയുന്നത്. ഇത് അതിന് മുന്നോടിയായിട്ടുള്ള അവർ വന്നതുള്ള ടെസ്റ്റ് റിഹേഴ്സൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്ന 32 പേരും അതിന് ഭാഗമായിട്ടുള്ള ടെസ്റ്റ് റിഹേഴ്സലാണ് അവർ ചെയ്യുന്നത്. അവരുടെ ആ ഒരു കരവിരുത് നമ്മൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അഡ്വാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളെ എല്ലാവരും കൂടി വലിയ എക്സൈറ്റ്മെൻറ്റിൽ നിലവിലായിക്കഴിഞ്ഞു. നല്ലൊരു ഫീല്, അതായത് നമ്മുടെ ഈ ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഈ ഗ്രാമം മുഴുവൻ പോയി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ എല്ലാവർക്കും കാണാൻ പറ്റും ഈ ഒരു കുറച്ച് ദിവസം. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഉത്സവം
നമ്മളെ ഗ്രാമത്തിനെ സംബന്ധിച്ച് വലിയ ദേശീയോത്സവമായി മാറിയത്. ഇത് അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് കാണുന്ന കാഴ്ചകളാണ്. ഇത് നമ്മളെ ഈ കൂട്ടായ്മയാണ് അത് 10-ാം മൈൽ ടീം 10-ാം മൈൽ. ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നമ്മളെല്ലാ ആൾക്കാരും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ വർഷം നമ്മുടെ അവിടത്തേക്കുള്ള കലശം എടുക്കുന്നത്. അതിൽ നല്ല രീതിയിലുള്ള ഹാപ്പിനെസ്, സന്തോഷങ്ങൾ, സൗഹാർദ്ദങ്ങൾ, ഈ ഒരു ഉത്സവത്തിന് വേണ്ടി ഇവിടുന്ന് പോയവർ പോലും, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് വീടെടുത്ത് മാറിയവർ പോലും ഈ ഒരു ദിവസം ഞങ്ങളോടുകൂടെ വന്ന് ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ സന്തോഷത്തിലും എല്ലാം, അതായത് ഇതാണ് NKB തമ്പോലം. ഞാൻ പറഞ്ഞു പാലക്കാട് നിന്ന് അവർ എത്തിയിട്ടുണ്ട്. ഇത് കാവിലേക്ക് പോകുന്നതിന് മുമ്പ് അത് ചൂടാക്കുന്ന ഇതാണ്. ഇത് റെയിൻ പോപ്പർ, അതായത് പേപ്പർ അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ പോപ്പർ എന്ന് വെച്ചാൽ റെയിൻ, അതായത് ഇത് അവർ ഗ്ലിസറിനും വേറെ വാട്ടർ ഗ്ലിസറിനും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. ഇത് ഈ ലൈറ്റിൽ ഭയങ്കര നല്ലൊരു ഭംഗിയായിരുന്നു. എല്ലാവരും അതിൻ്റെ ആബാലവൃദ്ധം എന്ന് പറയാം, കുട്ടികളടക്കം വലിയ രീതിയിലുള്ള ഒരു ആഘോഷം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഈ ഒരു ദിവസം. എല്ലാം ഇത് മറന്നുകൊണ്ട് ഒരു ഉത്സവം ഉണ്ടാക്കുന്ന ആ ഒരു ഉത്സവം എന്ന് പറയുന്നത് സന്തോഷം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ഈ ഒരാഘോഷത്തിൻ്റെ ഈ പിന്നിലാണ്. അതിന് മുന്നോടിയായിട്ട് കുറച്ച് ചെറിയ രീതിയിലൊരു കരിമരുന്ന് പ്രയോഗം നമ്മൾ നടത്തുകയുണ്ടായി. കുറച്ച് നിശ്ചല ദൃശ്യങ്ങൾ, അതായത് നമ്മൾ കൊണ്ടുവരികയുണ്ടായി. ഇത് നമ്മുടെ റോഡ് മുന്നിൽ കൂടി അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്തു നിന്ന് ഇതേപോലെ കലശം ഞങ്ങളെ വഴിയിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അവരും നമ്മളെ ആഘോഷത്തിൽ അവിടെ നിന്ന് പങ്കുചേർന്നു. രണ്ടുപേരും കൂടി ജോയിൻ്റ് ആയിട്ട് നല്ല രീതിയിൽ അവിടെ നിന്ന് ഇത് ഞങ്ങളുടെ തന്നെ നിശ്ചല ദൃശ്യമാണ്. അതിൻ്റെ കൂടെ നമ്മൾ നടനം ടെടി, ആ നിശ്ചല ദൃശ്യം പയ്യന്നൂരുള്ള ഇതാണ്. അതേപോലെ റെയിൻ പോപ്പർ അതും പയ്യന്നൂരുള്ളതാണ്. അപ്പോൾ ഈ പോപ്പറും ടെടിയൊക്കെ കൂടുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് ഉള്ളത്. അതായത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സന്തോഷം മനസ്സിലാവും. കുട്ടികളൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തിൽ തന്നെയാണ് കുട്ടികളൊക്കെ. അവരുടെ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് റെയിൻ പോപ്പറും ഇതിനും കൂടി ചെയ്യുമ്പോൾ ആ ഒരു മനോഹരമായ കാഴ്ച നമ്മുടെ ഗ്രാമത്തിനെ സംബന്ധിച്ച് ആ ഒരു ദിവസം വലിയ ഒരു ഇതായിരുന്നു. അതായത് തൊട്ടടുത്തുള്ള കലശം അത് പാസ് ചെയ്യുമ്പോൾ ആ രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു ഇതാണ്. അതായത് ടീം അരയാൽ നമ്മുടെ അത് അരയാലിൻ്റെ ഇത് കൂടുതൽ വീഡിയോ ഞാനത് ചെയ്യുന്നുണ്ട്. അവരുടെ പോപ്പർ നിന്ന് വരുന്ന ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ മൊത്തത്തിലൊരു കുറച്ച് സമയം നമ്മുടെ റോഡ് ബ്ലോക്കായിരുന്നു. ഇത് കുറ്റ്യാട്ടൂർക്കാവിൻ്റെ പ്രധാന കവാടമാണ്. ഇവിടെയാണ് എല്ലാ കലശങ്ങളും സംഗമിച്ചുകൊണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ കാവിലേക്കുള്ള യാത്ര തുടരുന്നത്. ഇവിടെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു കലശം ഇപ്പോൾ ഒരു അരമണിക്കൂറും സ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്.
അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാവിലേക്ക് നമുക്ക് കൃത്യസമയം നമ്മുടെ കലശത്തെ എത്തിക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ വർഷം അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രക്കും ഗ്രാമങ്ങളിൽ നിന്ന് കലശം വന്നതുകൊണ്ട്. ഇത് അതിനിടയിലുണ്ടായ ഏറ്റവും സന്തോഷം നൽകിയ ഒരിതാണ്, അതായത് ഈ ഒരു ദൃശ്യം അവിടെ നമ്മുടെ ഇടയിൽ വന്ന അതായത് ഇത് കാണുവാൻ വന്ന ഒരു കുട്ടി, ആ കുട്ടി അത് എത്രമാത്രം സന്തോഷത്തോടെയാണ് അത് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതൊരു ശരിക്കും അത് കാണുമ്പോൾ എല്ലാവരെ സംബന്ധിച്ച് നല്ലൊരു അനുഭവമാണ്. കാരണം കുട്ടി ആ രീതിയിൽ തന്നെ അത് എക്സൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ ആ കുട്ടിയുടെ എക്സൈറ്റ്മെന്റ് ശരിക്കും ആ ഡാൻസിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആബാലവൃദ്ധം, അതായത് എല്ലാവരും വലിയ രീതിയിൽ ആഘോഷിക്കുന്ന നമ്മുടെ ഈ ഒരു ദേശീയ ഉത്സവം തന്നെയാണ് ശ്രീ കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്ര താലപ്പൊലി മഹോത്സവം. കുറ്റ്യാട്ടൂർ ഗ്രാമം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ താലപ്പൊലിയിലും അതേപോലെ തന്നെ നമ്മുടെ കുറ്റ്യാട്ടൂർ മാങ്ങയിലുമാണ് ലോകപ്രശസ്തമായിട്ടുള്ളത്. ഇത് മനോഹരൻ കുറ്റ്യാട്ടൂർ, ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ യോഗാഭ്യാസവും ചാനലിലും നിരവധി ഇത് ചെയ്ത, അതായത് ശില്പിയും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇതിൽ വന്നിട്ടുള്ളതാണ് നമ്മുടെ ആ കലശം. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന്, ഞാൻ പറഞ്ഞു, നാട്ടിൽ നിന്ന് പോയവർ നമ്മുടെ ഈ ഉത്സവം കാണാനായിട്ട് വരുമ്പോഴുള്ള ആ ഒരു സൗഹൃദം, വർഷങ്ങൾക്ക് മുന്നേയുള്ള സൗഹൃദം ഇത് ചെയ്യുന്നത്. ഇത് കുട്ടികൾ ക്ഷീണിച്ചിട്ട്, അതായത് ഈ കലശം ഡിലേ ആകുന്നത് കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ള സമയം ഇതുകൊണ്ട് എല്ലാവരും ക്ഷീണിച്ച് റോഡിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥ ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. നമ്മളങ്ങനെ പ്രധാന കവാടത്തിൽ എത്തിച്ചേർന്നു. ശരിക്കും എല്ലാവരും മതിമറന്ന് ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
അങ്ങനെ നമ്മുടെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ കലശം ഇവിടെ നിന്ന് നേരെ കാവിലേക്ക്, അതായത് ദേവിയുടെ മുമ്പിലേക്ക് എത്തപ്പെട്ടു. അപ്പോൾ രാവിലെ ഘണ്ടകർണൻ്റെ ഇതും ദേവിയുടെ ഇതും ആണ് ഈ കാണുന്ന തമ്പുരാട്ടിയുടെ. അപ്പോൾ ഇതിന്, അതായത് ഇവിടെ നമ്മുടെ കലശം ദേവിയുടെ മുമ്പിലും ഇത് ഘണ്ടകർണൻ്റെ മുമ്പിലും നമ്മൾ സമർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ അനുഗ്രഹം വാങ്ങിച്ചു കൊണ്ട് ആണ് ഈ ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങ് നടക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള പ്രയത്നം കൊണ്ട് ഈ ദിവസങ്ങളായിട്ടുള്ള ആ ഒരു ശ്രമഫലം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ഈ കാണുന്ന എല്ലാ ആൾക്കാരും ഇതുപോലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും വന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ കാണുന്നത്. ഘണ്ടകർണൻ്റെ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം തമ്പുരാട്ടിയുടെയും അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് ഈ നാടിലെ എല്ലാവർക്കും നല്ലത് വരണമെന്നുള്ള ആ ഒരു വലിയ പ്രശസ്തമായ ആ ഒരു ചിന്താഗതിയിൽ ഈ ഗ്രാമം മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ താലപ്പൊലി മഹോത്സവത്തിൽ എല്ലാവരും സന്തോഷത്തോടു കൂടി പങ്കെടുത്തുകൊണ്ട് ഈ ഇന്നത്തെ ഈ വീഡിയോ, അതായത് പ്രഭാതമായി അവിടെ നിന്ന് തന്നെ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് തന്നെ അതിൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് കാണാം. കൂടുതൽ ദൃശ്യങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.